ദൈവത്തിന് മഹത്വം. എക്സോഡസ് ബൈബിൾ സ്റ്റഡി എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ലീഡ് ബൈബിൾ സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്കും ദൈവനാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം. നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം ചിന്തിച്ചത് എന്തായിരുന്നു? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ തന്നെ വീണ്ടും ജീവിക്കുമോ എന്നുള്ള തെളിവ് സഹിതം പറഞ്ഞു അല്ലേ? തെളിവ് കുറേ നമ്മൾ ഹാജരാക്കി അല്ലേ? ഇനി വീണ്ടും അതിനെപ്പറ്റിയുള്ള ആധികാരികമായിട്ട് തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി വീണ്ടും തെളിവുകൾ നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ പഠിക്കാം. ഇന്ന് നമുക്ക് പൗലോസിനെ കുറിച്ച് അല്ലേ? പൗലോസ് എന്ന് പറയുന്ന ശൗൽ അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് വായിക്കാം. 2 തീമോഥെയോസ് 4:7-8 വാക്യം. 2 തീമോഥെയോസ് 4:7-8. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. അപ്പോൾ 2 തീമോഥെയോസ് 4:7-8 വാക്യത്തിൽ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു അല്ലേ? ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പം പൗലോസ് മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞൊരു വാചകമായത് അല്ലേ? അപ്പം നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അല്ലേ? അപ്പം മരിച്ചു കഴിഞ്ഞൊരു ജീവിതം ഉണ്ടെന്നാണ് അവിടെ സ്ഥാപിക്കുന്നത് അല്ലേ? മരിച്ചു കഴിഞ്ഞൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലെ എനിക്ക് നീതിയുടെ കിരീടം കിട്ടത്തുള്ളൂ അല്ലേ? അപ്പൊ ഈ നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് ഈ പൗലോസ് എന്തൊക്കെയാ ചെയ്തത്? എന്തുവായാലും മരിച്ചു കഴിഞ്ഞൊരു ജീവിതമുണ്ട്, അതിനകത്ത് കിരീടം കിട്ടണം, നീതിയുടെ കിരീടം കിട്ടണം. അപ്പം മരിച്ചു കഴിഞ്ഞൊരു ജീവിതമുണ്ട്. അപ്പൊ ഈ നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് പൗലോസ് അഥവാ ശൗൽ എന്താണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് പൗലോസിനോട് ചോദിക്കണ്ടേ? പൗലോസിനോട് ചോദിക്കണം. പൗലോസേ, എന്താണ് ഞാൻ നല്ലപോർ പൊരുതു എന്ന് പറയുന്നത്? പൗലോസ് എന്താണ് നല്ലപോർ പൊരുതു? വിശ്വാസം കാത്തത്, നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് അവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? അല്ലെങ്കിൽ വീണ്ടും അവൻ്റെ അതേ ശരീരത്തിൽ ചെന്ന് തന്നെ വേണം നീതിയുടെ കിരീടം പ്രാപിക്കാൻ അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പൗലോസിനോട് ചോദിക്കാം അല്ലേ? പൗലോസിനോട് നമുക്കൊന്ന് ചോദിക്കാം, എന്താണ് കാരണം? പഴയ ശൗലായ പൗലോസേ, നീ എന്താണ് നല്ലപോർ പൊരുതു അല്ലേ? അപ്പൊ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7:52. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഇത് നമുക്ക് അറിയാവുന്നൊരു വാക്യം അല്ലേ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്തെഫാനോസിനെ കല്ലെറിയുന്നൊരു സംഭവ ചരിത്രം അല്ലേ? സംഭവ ചരിത്രമായിട്ടുള്ള ഭാഗമാണ്. അപ്പൊ അതിനകത്ത് വായിക്കുന്ന വസ്ത്രം ശൗൽ എന്നു പേരുള്ള ബാല്യക്കാരന്റെ അടുക്കൽ കാൽക്കൽ വെച്ചു അല്ലേ? കാൽക്കൽ വെച്ചു. അപ്പം ഈ ശൗലിന്റെ അടുക്കൽ ഈ സ്തെഫാനോസിനെ കൊല്ലുന്നത്, കല്ലെറിയുന്നത് കണ്ടവരെ അവർ കൊണ്ട് കാൽക്കൽ കൊണ്ട് വസ്ത്രം വെച്ചു എന്ന് പറഞ്ഞ്, ഞങ്ങള് സ്തെഫാനോസിനെ കല്ലെറിയുന്നത് കണ്ടു അല്ലേ എന്ന് പറഞ്ഞ്, കണ്ടു, ഞങ്ങൾ സാക്ഷികളാന്ന് പറഞ്ഞാൽ കൊണ്ട് വെച്ചിരിക്കുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് അതിന്റെ 8:1 വായിച്ച്, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അപ്പൊ ഇവനെ കൊല ചെയ്യാനായിട്ട്, അതായത് ഈ സ്തെഫാനോസിനെ കൊല ചെയ്യുന്നതിന് ഈ ശൗലിന് സമ്മതമായിരുന്നു അല്ലേ? ശൗലിനും സ്തെഫാനോസിനെ കൊല്ലുന്നതിന് സമ്മതം തന്നെയായിരുന്നു. അപ്പൊ എന്താണ് ഈ ശൗൽ എന്ന് പറയുന്ന പൗലോസ് ഈ സ്തെഫാനോസിനെ കൊല്ലുന്നതിന് സമ്മതമാകാൻ കാരണം എന്താണ് അല്ലേ? നമുക്കത് ചിന്തിക്കണമല്ലോ. അപ്പോൾ പൗലോസിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് നിനക്ക് ഇത്ര വലിയ സമ്മതി ഈ സ്തെഫാനോസിനെ കൊല്ലുന്നതിന്? അപ്പൊ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ
ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അപ്പൊ നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ശൗല് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നേരെ ഭീഷണി അല്ലെ, യേശുവിന്റെ വിശ്വാസത്തോടെ അല്ലെ ഒരു ഭീഷണിയും, അവന് യേശുവിന്റെ വിശ്വാസം വേണ്ട അല്ലെ എന്നൊക്കെയുള്ളൊരു ചിന്ത ഇവന്റെ മനസ്സിലുണ്ട്. യേശു ആരാ? ദൈവമാണ് അല്ലെ. അതുകൊണ്ട് അവന്റെ ആ ഒരു വിശ്വാസമൊന്നും നമ്മുടെ ഇടയിൽ വേണ്ട, യഹൂദന്മാരുടെ ഇടയിൽ വേണ്ട എന്ന് പറഞ്ഞ് ഇവന് ഈ സ്തെഫാനോസ് പോലുള്ള യേശുവിന്റെ ശിഷ്യന്മാരോട് അവരുടെ ദൈവവചന പ്രവൃത്തിയോട് വിരോധം കൊണ്ട് ആണ് അവൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അപ്പം വീണ്ടും നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ഇവനൊരു സമ്മതപത്രം വാങ്ങിച്ചുകൊണ്ടായിരുന്നത് അല്ലേ. അതായത് ഈ യേശുവിന്റെ സുവിശേഷം പറയുന്നവരെ അഥവാ യേശുവിന്റെ ശിഷ്യന്മാരെ അവരെ എല്ലാം കൊല്ലുക, സ്ത്രീ ആയാലും പുരുഷനായാലും ഇവനെ യേശുവിനെ വിശ്വസിക്കുന്നവരെ കൊല്ലുക എന്നുള്ളൊരു ആശയം വെച്ചാണ് ഇവൻ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, പൗലോസ് നിനക്ക് എന്തിനാണ് ഇത്ര വലിയ ഈ യേശുവിനോട് ഇത്ര വിരോധം അല്ലേ? യേശുവിനോട് വിരോധം വരേണ്ട കാര്യമൊന്നുമില്ല. പൗലോസ് നിനക്ക് എന്തിനാ യേശുവിനോട് ഇത്ര വിരോധം വരാൻ കാരണം? അല്ലെ, യേശുവിൻ്റെ ശിഷ്യന്മാരോടും യേശുവിനെ പ്രസംഗിക്കുന്നതിനും യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവരോടൊക്കെ നിനക്ക് ഇത്ര വലിയ വൈരാഗ്യം അല്ലെങ്കിൽ കോപം വരാനുള്ള കാരണം എന്താണ്? അപ്പം താഴോട്ട് വായിച്ച് ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച ഒരു നല്ലൊരു വെളിച്ചമുണ്ടായി അല്ലേ, സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചമുണ്ടായി. ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന ഒരു ശബ്ദം കേട്ടു അല്ലേ. പഴയ നിയമകാലത്തും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ പുറത്താക്കിയതിന് ശേഷം പാപം ചെയ്ത മൂലം പുറത്തായപ്പോൾ അവർക്ക് ദൈവശബ്ദം കേട്ടുള്ളൂ അല്ലേ. ഇവിടെയും ശൗലിന് യേശുവിന്റെ ശബ്ദം അല്ലേ. ചോദിക്കുന്നൊരു വാക്യം കൂടെ ഉണ്ട്, താഴോട്ട് വായിച്ചേ. നീ ആരാകുന്നു കർത്താവേ, നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ അല്ലേ. അപ്പൊ ഒന്ന് ചിന്തിച്ച്, യേശുവിനെ ഇവനെന്തിനാ ഉപദ്രവിക്കാൻ ഇത്ര കാരണം അല്ലേ? നീ യേശു ആകുന്നോ, ഉപദ്രവിച്ച യേശു ആണെന്ന ഇതുകൊണ്ട് എന്താ ശബ്ദം കേട്ടത് യേശുവാ അല്ലെ, യേശുവിന്റെ ശബ്ദമാണ് കേട്ടത്. അപ്പൊ നീ ഉപദ്രവിക്കുന്ന യേശു തന്നെയാണ്. അപ്പൊ യേശുവിനെ എന്നതിനെ ഉപദ്രവിക്കാൻ കാരണം അല്ലേ? നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. യേശുവിനെ എന്തിനു കൊണ്ടാണ് ഈ പൗലോസിന് അല്ലെ ശൗലിന് ഇത്ര വലിയ ഉപദ്രവിക്കാനുണ്ട കാരണം? അവനെന്നെ അല്ലെ എന്താ ശത്രുത വല്ലതും പറയണ്ടായോ? ഒരാളെ ഉപദ്രവിക്കണം, അവന് തീർച്ചയായിട്ടും ഒരു ശത്രുത ഉണ്ടാകണം അല്ലേ. അല്ലെങ്കിൽ അവനെ ഉപദേശം സ്വീകരിച്ച ആൾക്കാരെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെന്തെങ്കിലും ഒരു ശത്രുത കാണണം അല്ലേ. അപ്പം ഞാൻ പൗലോസിനെ ചോദിച്ചു, എന്തിനാണ് യേശുവിനെ ഇത്രയും മാത്രം ഉപദ്രവിക്കാനുള്ള കാരണം? അപ്പോൾ എന്നോട് പറഞ്ഞു പഴയ നിയമത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പഴയ നിയമത്തിലേക്ക് പോയി. എന്നോട് പറഞ്ഞു പുറപ്പാട് പുസ്തകം 20:1-2 വാക്യം വായിക്കാൻ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 20:1-2 വാക്യം. പുറപ്പാട് പുസ്തകം 20:1-2 വാക്യം. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളിച്ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒന്നാമത്തെ കാര്യം പൗലോസ് പറഞ്ഞത്, അഥവാ ഈ ശൗല് പറഞ്ഞു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഈ ശൗൽ എന്ന് പറയുന്ന പൗലോസ് യഹൂദനാണ് അല്ലേ. യഹൂദനായിരിക്കെ ന്യായപ്രമാണം നല്ലപോലെ അവനറിയാം അല്ലേ. ന്യായപ്രമാണം പഠിച്ചവനാണ് അല്ലെ. ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളായി പറഞ്ഞിരിക്കുന്നത് അല്ലേ. മോശ മുഖാന്തരം ദൈവാത്മാവ് അരുളി ചെയ്തു കൊടുത്ത കൽപ്പനകൾ, അഥവാ ഇസ്രായേൽ മക്കൾക്ക് അനുസരിക്കാനുള്ള കൽപ്പനകൾ പറഞ്ഞു കൊടുക്കും. അതിനകത്ത് ഒന്നാമത്തെ കൽപ്പനയാണ് എന്തുവാ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇവിടെ അതേ സംഭവം തന്നെ നടന്നിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഇസ്രായേൽ മക്കളോടാണ് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യേശു എന്നൊരു അന്യദൈവം വന്നു. യേശു എന്നൊരു അന്യദൈവം വന്നതുകൊണ്ട് എനിക്ക് അവന്റെ നാമത്തെ നശിപ്പിക്കണം
ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നത് ഞാനല്ലാതെ ദൈവമുള്ള അന്ന് അല്ലെ, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അവര് അന്യജാതികളുമായി ഇടകലർന്നപ്പോൾ അന്യദൈവങ്ങളൊക്കെ സേവിച്ചു. പക്ഷെങ്കിൽ ന്യായപ്രമാണത്തിൽ എന്താ കിടക്കുന്നത്? ഞാനല്ലാതെ ഒറ്റ ദൈവം പാടില്ല. അപ്പം ഈ ശിഷ്യന്മാര് പ്രസംഗിക്കുന്നത് യേശു എന്നൊരു ദൈവമുണ്ട് അല്ലെ, യേശു എന്നൊരു ദൈവമുണ്ട്. യേശു വന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു, അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വീരപ്രവൃത്തികൾ നടക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ശൗലിന് മനസ്സിലായി ഇവന് ഒരു ദൈവമാണ്. അപ്പം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, അഥവാ ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നിരിക്കുന്നത് ഞാനല്ലാതെ ഒരു ദൈവവും ഉണ്ടാകരുതെന്നാണ്. അപ്പം എഴുതേ ഒരു ദൈവം, ന്യായപ്രമാണത്തിന് വിരുദ്ധമായി ഒരു ദൈവം ഇവിടെ ഉണ്ടായിരിക്കുന്നു, യേശു എന്നൊരു ദൈവം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിൽ ഇവിടെ വന്നപ്പോൾ അവന് നല്ലപോലെ ന്യായപ്രമാണം അറിയാവുന്നതാണ് പൗലോസ്. അപ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ വന്നിരിക്കുന്നത് കാര്യം പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്. അപ്പം പുതിയ നിയമത്തിൽ ഇവനെ കുറിച്ച് അറിയത്തില്ല അല്ലേ. യേശുവിനെ ക്രൂശിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷനായി, പോയി അല്ലേ, പോയി കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഇത്. അപ്പോൾ പ്രത്യേകം പറയുന്നത് നീ ഉപദ്രവിക്കുന്ന യേശുവാണ് അല്ലേ. അപ്പോൾ യേശുവിനെ ഉപദ്രവിക്കാനുണ്ടായ കാരണം ഇവൻ ദൈവമാണെന്ന് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു അല്ലേ. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത് അല്ലേ എന്നല്ലേ ന്യായപ്രമാണത്തിൽ പറയാം. പക്ഷെ ഇവിടെ തേണ്ടതേ വേറൊരു ദൈവം വന്നിരിക്കുന്നു അല്ലെ. ന്യായപ്രമാണത്തിന് വിപരീതമായി ഒരു ദൈവം വന്നിരിക്കുന്നു അല്ലെ. അത് യേശു എന്ന നാമത്തിലുള്ള. അപ്പൊ യേശു എന്ന നാമത്തിലുള്ള ദൈവത്തെ ഉപദ്രവിക്കുക. അവരുടെ ഇതിനകത്ത് പോകുന്ന ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്ന് പറഞ്ഞെടുത്ത് തെളിഞ്ഞ വേറൊരു ദൈവം വന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ നാമത്തിലുള്ളവരെല്ലാം നശിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് വിരോധമായി പ്രസംഗിക്കുന്നവരെ കൊല്ലുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ യേശുവിന്റെ നാമത്തെ ഉപദ്രവിക്കാൻ മെയിൻ കാരണം. അപ്പൊ അതുകൊണ്ടാണ് യേശു അവന് അരുളി ചെയ്തത് നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. അവന് തെളിയിക്കണം യേശുവാണോ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്ന യേശുവിനെയാ അല്ലേ. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, യേശു എന്ന നാമത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത് അല്ലേ. അപ്പൊ യേശു എന്ന നാമത്തെ കുറിച്ച് യേശു പിതാവായ ദൈവത്തിന്റെ പുത്രനാണെന്ന് യേശു ആണെന്ന് ഇവൻ അറിയത്തില്ല. അപ്പൊ ഇവനെ തിരിച്ചറിയിപ്പിക്കണം. ഞാൻ പണ്ട് പഴയ നിയമകാലത്ത് പറഞ്ഞ ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കണം. അതിനാണ് നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് തന്നെ പറഞ്ഞത്. അല്ല പിന്നെ പറയണ്ട ദൈവം നീ ഉപദ്രവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ പോരാ. ന്യായപ്രമാണത്തിൽ പറയും ഞാനല്ല ഒരു ദൈവം ഇല്ലെന്നാണ്. അന്നാ പിന്നെ പറയണമായിരുന്നു നീ ഉപദ്രവിക്കുന്ന ദൈവമാണെന്ന് പറയണമായിരുന്നു. പറഞ്ഞില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പുത്രനായത് കൊണ്ടാണ് യേശു എന്ന് പ്രത്യേകം പറഞ്ഞാൽ. അല്ല ഒരിക്കലും പറയാനൊക്കത്തില്ല. കാരണം വെച്ചാൽ ദൈവത്തിന് അദ്ദേഹം ദൈവം എന്ന് പറയണമായിരുന്നു. അല്ല നീ ഉപദ്രവിക്കുന്ന ദൈവമാണെന്ന് പറയണമായിരുന്നു. പറഞ്ഞില്ല. എന്താണ് നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനകത്തും കൂടെ ചിന്തിക്കണം. അത് നമുക്ക് പ്രകാരം പറയാം. അപ്പോൾ ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ അന്യദൈവം ഉണ്ടായപ്പോൾ ഈ അന്യദൈവക്കാരെ മൊത്തം എനിക്ക് നശിപ്പിക്കണം. ന്യായപ്രമാണത്തിന് വിരോധം അല്ലേ. ന്യായപ്രമാണത്തിൽ ഒരു ദൈവമേ ഉള്ളൂ. അപ്പം ഈ അന്യദൈവങ്ങൾ ആരാധിക്കുന്നവരെ മൊത്തം കൊല്ലണം. ആ ഒരു വ്യവസ്ഥപ്രകാരമാണ് ഞാൻ യേശുവിന്റെ നാമത്തെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെടുത്തുക. അങ്ങനെ വന്നപ്പോൾ ഡമസ്കോസിൽ വെച്ച് ഇവന് പത്രമൊക്കെ വാങ്ങിച്ചോണ്ട് ന്യായപ്രമാണത്തിന്റെ പക്കൽ നിന്ന് പത്രമൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത്, സമ്മതപത്രമൊക്കെ വാങ്ങിച്ചോണ്ട് ഇവരെ മൊത്തം കൊല്ലണം എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടിട്ട് എന്തോ ചെയ്തു? വായിച്ചേ. ആരാണെന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു ആവുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നും അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. എല്ലാവരും ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, ആരെയും കണ്ടില്ല. പക്ഷെ ഈ ശബ്ദം കേട്ടും പക്ഷെ വെളിച്ചം മാത്രമേ ഇവൻ മാത്രമേ കണ്ടുള്ളൂ അല്ലേ. അവൻ ആ വെളിച്ചത്തിന് മുന്നേ താഴെ പോയി അല്ലേ. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണു തുറന്നാറേ ഒന്നും കണ്ടില്ല. പക്ഷെ കണ്ണു തുറന്നു, ശബ്ദമൊക്കെ കേട്ടു, എന്തോ സംഭവം എന്നൊക്കെ നോക്കാനായിട്ട് കണ്ണൊക്കെ തുറന്നു, ഒന്നും കണ്ടില്ല അല്ലേ. അവർ അവനെ കൈക്ക് പിടിച്ച് ഡമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ഡമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ള ഒരുവനെ അന്വേഷിക്കുക.
അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോ ഇവന് ദമസ്കോസിൽ വെച്ച് കണ്ണ് കാണാതെ 3 ദിവസം ഇരുന്നു അല്ലേ? ഭക്ഷണം കഴിച്ചില്ല, 3 ദിവസം കണ്ണ് കാണാതെ ഇരുന്നപ്പോൾ ഇവന്റെ ചിന്ത എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കണം അല്ലേ? യേശു ചെയ്ത പ്രവൃത്തികൾ, യേശുവിനെ ഉപദ്രവിക്കാൻ വന്നതല്ലേ? ഈ 3 ദിവസം കൊണ്ട് യേശു ഈ ഭൂമി ചെയ്ത കാര്യങ്ങൾ ഇവനെ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണ് കാണാതിരിക്കുക. തുറന്ന് കണ്ണ് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പിന്നെ കണ്ണ് കാണാതെ 3 ദിവസം ഇരുന്നു. 3 ദിവസം കൊണ്ട് കണ്ണ് കാണാതെ തിന്നാതെ കുടിക്കാതെ ഈ 3 ദിവസം കൊണ്ട് യേശു എന്താണ് ഈ കാലഘട്ടത്തിൽ ദൈവപുത്രൻ എന്തൊക്കെയാണെന്ന് ഇവനെ അങ്ങ് എല്ലാം നല്ലപോലെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനെച്ചാൽ കണ്ണ് കാണത്തില്ല, ഇവന് യേശു ആരാണെന്ന് അറിയത്തില്ല, യേശുവിനെ യേശുവിന്റെ മാർഗത്തെ പ്രസ്താവിക്കുന്നവരെ മൊത്തം കൊല്ലാനല്ലേ ഇവൻ വന്നേ. അപ്പം യേശുവിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, പ്രവർത്തിച്ചത്, എന്തെല്ലാം കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം സംഭവ ചരിത്രം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവന്റെ സംഭവം മാറുന്നത് എവിടെ വെച്ചാണ്? ഒന്നാമത്തെ അവന്റെ ശുശ്രൂഷ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിന്റെ 18-ന്റെ 5-ാം വാക്യം അല്ലെ? 18-ന്റെ 5. ശീലാസും തീമത്യോസും മക്കദോനിയയിൽ നിന്നും വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് നോക്കാം. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷിയായി എന്ന് പറഞ്ഞാൽ സ്വന്തം ജനത്തിന്റെ അടുക്കല് സാക്ഷിയായി. ഒന്നാമത്തെ കാര്യം അവന് അത്രയും നാളും ചെയ്തത് ഈ യേശുവിനെ സാക്ഷീകരിക്കുന്നതിന് കൊല്ലുവാനാണ് നോക്കിയത്. അപ്പൊ യേശുവിനെ സാക്ഷീകരിക്കുന്ന അതിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന യഹൂദന്മാരോട് ശുഷ്കാന്തിയോടെ യേശു തന്നെ ക്രിസ്തു എന്ന് ദൈവം എന്ന് യേശു തന്നെയാണ് വന്ന. ഇതിനു മുൻപ് ഈ 3 ദിവസം കണ്ണ് കാണാതിരുന്നപ്പോൾ ഇവനെ മൊത്തം വെളിപ്പെടുത്തി കൊടുത്തു. ഈ കാര്യങ്ങൾ മൊത്തം യേശു വന്ന് ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഇവൻ പറയാണ് എന്താ ചെയ്തേ? വചനഘോഷണത്താൽ ശുഷ്കാന്തി പൂണ്ട് യേശുവിന്റെ വചനത്താൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് അല്ലെ? യേശു തന്നെയാണ് ക്രിസ്തു, ദൈവം തന്നെയാണ് യേശു എന്ന് പറഞ്ഞു കൊടുത്ത് യഹൂദന്മാരെ സാക്ഷിച്ചു. യഹൂദന്മാരല്ലേ യേശുവിനെ കൊന്നേ അന്നേ? അവരുടെ മുന്നിൽ അങ്ങ് സാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം ജനത്തിന്റെ അടുക്കൽ, സ്വന്തം പട്ടണത്തിൽ സ്വന്തമായിട്ട് തന്നെ യേശുവിനെ സാക്ഷീകരിച്ചു. ഒന്നാമത് അവൻ ചെയ്തത് എല്ലാ കാര്യങ്ങളും ചെയ്ത് യേശുവിനെ കൊല്ലാൻ വന്നതാണ്. യേശുവിനെ കൊല്ലാനല്ല, യേശുവിന്റെ ശിഷ്യന്മാരെ അഥവാ യേശുവിനെ പ്രസംഗിക്കുന്നവരെ കൊല്ലാൻ വന്ന ശൗൽ എന്ന പൗലോസ് ചെയ്തത് ഇവരുടെ മുന്നിൽ, യഹൂദന്മാരുടെ മുന്നിൽ തന്നെ ഇവനാണ് യേശു ഇത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തക്ക രീതിയിൽ അവൻ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തി അല്ലെ? സാക്ഷ്യം പറഞ്ഞു അല്ലെ? ആ സാക്ഷ്യം പറയാനുണ്ടായ കാരണം ദമസ്കോസിൽ വെച്ച് അവനെ ദർശനത്തിന് ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവനുണ്ടായ വെളിപ്പാടാണ്. ഒന്ന് ഓർത്തോണം, എന്തിനാണ് ന്യായപ്രമാണത്തിൽ ദൈവം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ തണ്ടതേ വേറൊരു ദൈവം വന്നിരിക്കുന്നു, യേശു. ആ യേശുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി ദമസ്കോസിന്റെ പടിവാതിക്കൽ ശൗലിന്റെ മുന്നിൽ ദൈവം കൊണ്ടുവന്നു. ഞാൻ തന്നെയാണ് യേശു എന്ന് സ്ഥാപിക്കണം അല്ലെ? അതാണ് അവൻ സ്ഥാപിച്ചുമിട്ടാണ് പറയുന്നത്. അവൻ സാക്ഷീകരിച്ചത് യഹൂദന്മാരുടെ മുന്നിൽ തന്നെ യേശു തന്നെയാണ് ക്രിസ്തു അല്ലെ? ക്രിസ്തു എന്ന്. പക്ഷേ ഈ പൗലോസ് ശൗലാണ്. ആ പൗലോസ് അവിടെ പറഞ്ഞെങ്കിൽ മാത്രമേ ആ യഹൂദജനം അംഗീകരിക്കത്തുള്ളായിരിക്കും. അവൻ യഹൂദനല്ലേ? യഹൂദനായിട്ട് യേശു വന്നിട്ട് ഒറ്റൊരുത്തിന് അംഗീകരിച്ചിട്ടില്ല അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇവനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തുകാരൻ തന്നെ പറയണം അല്ലേ? ഞാന് ഇവിടുത്തുകാരനാണ്, ഇവിടുത്തുകാരൻ തന്നെ പറയണം അവൻ യേശുവാണെന്ന്. യേശുവിനെ ക്രൂശിൽ മരിപ്പിച്ച് കൊന്ന് അടക്കം ചെയ്തു ഇവര് തന്നെയല്ലേ? അപ്പൊ അവരോട് തന്നെ പറയണം യേശു ദൈവപുത്രൻ ആയിരുന്നു അല്ലെ? നമ്മൾ അവനെ കൊന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവൻ തന്നെയാണ് ക്രിസ്തു എന്ന് അഥവാ യേശു എന്ന് വെളിപ്പെടുത്തണം. അതിനാരാ? ശൗൽ എന്ന പൗലോസാണ് വെളിപ്പെടുത്തുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, പഴയ നിയമകാലത്ത്
ദൈവം പാപം ചെയ്ത മൂലം ദൈവദേശം നഷ്ടപ്പെട്ട് പുറത്തു പോയപ്പോൾ, ഏദൻ തോട്ടത്തിന് പുറത്തായപ്പോൾ അവരെ ദൈവം എന്തോ സൃഷ്ടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്, കൽപ്പനയൊക്കെ കൊടുത്തു വെച്ച് പറഞ്ഞത് അവരോട് അരുളി ചെയ്തതേ ഉള്ളൂ അല്ലേ, അരുളി ചെയ്തേ ഉള്ളൂ, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരെണ്ണമുണ്ട്, ആനൊക്കെ ദൈവത്തോട് കൂടെ നടന്നു, അതൊരു വേറൊരു വെളിപ്പാട്, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഈ കാര്യത്തെല്ലാം ദൈവം സംസാരിച്ചതേ ഉള്ളൂ. ഇപ്പം എന്താണ്ടത്, ഈ സമയത്തും എന്തുകൊണ്ടാണ് യേശു ഈ പൗലോസ് എന്ന ശൗലിന്റെ അടുക്കൽ വന്ന് ശബ്ദം കേൾപ്പിച്ചു അല്ലെ? ശബ്ദം കേട്ടില്ലേ? ശബ്ദം കേട്ടപ്പോൾ യേശു ആണെന്ന് തെളിയിച്ചു കൊടുത്തു അല്ലെ? തെളിയിച്ചു കൊടുത്തോണ്ടല്ലേ അവൻ പിന്നെ സാക്ഷീകരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ സാക്ഷീകരിക്കുന്നത് മെയിനായിട്ട് യേശു തന്നെയാണ് ക്രിസ്തു അല്ലെ? നമ്മൾ കൊന്ന, ക്രൂശിൽ മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്താനാണ് അവിടെ വെച്ച് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ശൗലിനെ ദൈവം പിടിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് പിന്നെ, അഥവാ ദൈവത്തിന് പിന്നെ മനുഷ്യരോട് വലിയായിട്ട് അടുക്കം വന്നില്ല, അടുത്തില്ലായിരുന്നു, എല്ലാം ശബ്ദം കേട്ടതല്ല. പിന്നെ യേശു ഈ ഭൂമി വന്നപ്പോഴാണ് മനുഷ്യനുമായിട്ട് അടുത്തത്. അപ്പം നമ്മളെ തിരിച്ചറിയാനായിട്ട് ഏറ്റവും പറ്റിയ വ്യക്തി എന്ന് പറയുന്നത്, നമ്മളെ തിരിച്ചറിയണമെന്നുകൊണ്ട് യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇടപെട്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടപെടണമെങ്കിൽ മനുഷ്യനായിട്ട് ഒരാൾ വരണം. മനുഷ്യനായിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യന്റെ കൂടെ ഇടപെട്ട് അവരുടെ സംസാര രീതികൾ, അവരുടെ പ്രവൃത്തികൾ മനസ്സിലാക്കിയ ശേഷമേ അവരുമായിട്ട് ഒന്നിച്ചു പോയി കഴിഞ്ഞാലേ ഇവനെ മനസ്സിലാക്കാനോ മനുഷ്യനെ മനസ്സിലാക്കാനോ പറ്റുള്ളൂ. എങ്കിലേ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാനോ പറ്റുള്ളൂ. ഒന്ന് ദൈവികതയെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ, നേരിട്ടുള്ള ബന്ധമില്ല അല്ലേ? നേരിട്ടുള്ള ബന്ധം പിന്നെ വന്നത് എപ്പോഴാ? യേശു വന്നു കഴിഞ്ഞപ്പോഴാണ് അല്ലേ? പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് ഒരു ബന്ധം വന്നത് അല്ലേ? അത് മനുഷ്യനുമായിട്ട് കൂടെ നടന്ന് സംസാരിച്ചത് അല്ലേ? അപ്പം ഈ ദൈവത്തെ മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കാൻ ഒറ്റ ഒരാളെ യേശു എന്ന് പറഞ്ഞാൽ, യേശുവിന് മാത്രമേ നമ്മളെ മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിന് മനസ്സിലാകും, ദൈവത്തിനെല്ലാം അറിയാം, അതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ദൈവത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ അവന്റെ പഴയ തേജസ്, മനുഷ്യന് കൊടുത്ത ആ തേജസ് വരണം, എന്നാലേ ദൈവത്തിന് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. ഏദൻ തോട്ടത്തിൽ എന്താ ചെയ്തത്? ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെ? മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടി കഴിഞ്ഞ് ഏദൻ തോട്ടത്തിൽ പുറത്തായപ്പോൾ ആ ദൈവീയ തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് ദൈവ സംസാരം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇടപെടാൻ ഒന്നും വന്നില്ല. പിന്നെ ഇടപെട്ടത് യേശു വന്നു കഴിഞ്ഞപ്പോൾ. യേശു വന്നപ്പോൾ മനുഷ്യനായിട്ട് തന്നെയാണ് വന്നത് അല്ലേ? എങ്കിലും മനുഷ്യന്റെ കൂടെ നിൽക്കാനൊക്കെ തോന്നും. അപ്പം ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അഥവാ നമ്മളെ പരിചയപ്പെടുത്തണമെങ്കിൽ യേശുവിന് മാത്രമേ ദൈവത്തിന്റെ മുന്നിൽ, അഥവാ പിതാവിന്റെ മുന്നിൽ പരിചയപ്പെടുത്തണേ ഈ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ കൂടെ ഇരുന്നുകൊണ്ട്, ഇത് പൗലോസ് പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു അല്ലെ? പിന്നെ ചെയ്ത ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാൽ പൗലോസ് ചെയ്ത അൻപത് ശുശ്രൂഷ ചെയ്തത് അല്ലെ? ദൈവജനത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിക്കാം അതെല്ലാം സഹിച്ചും വെച്ചാണ് പറയുന്നത് അല്ലെ? എന്തെല്ലാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യാമോ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാമോ. ലേഖനങ്ങൾ കുറെ എഴുതി അല്ലെ? ലേഖനങ്ങളെല്ലാം എഴുതി കഴിഞ്ഞിട്ട് പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതു, ഇത്രയും കഷ്ടതകൾ സഹിച്ച് വന്ന് നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അല്ലെ? നീതിയുള്ള ന്യായാധിപതി അല്ലെ? ന്യായാധിപതി ആരാണ്? യേശു. ഈ ന്യായാധിപതി വിധിക്കണമെങ്കിൽ ഈ ന്യായാധിപതി വരണം. ഈ ന്യായാധിപതി വന്ന് പറയണം, ഇത് അന്ന് ഞാൻ ദമസ്കോസിൽ വെച്ച് ശബ്ദം കേൾപ്പിച്ച് വിട്ടപടിച്ച് അവനെ താഴെ ഇട്ടവനാണ്. അവനാണ് ഈ പൗലോസ് അഥവാ ശൗൽ. ആ ശൗലിനെ യേശുവിനെ തിരിച്ചറിയാനൊക്കത്തുള്ളൂ, ദൈവത്തിന് അറിയത്തില്ല. ഈ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധം വേണം. പറയാൻ മനസ്സിലായി? യേശു അവിടെ തെളിയിക്കണം പൗലോസാണ്. നിനക്ക് കിരീടം പ്രാപിക്കണോ, നീതിയുള്ള കിരീടം പ്രാപിക്കണമെങ്കിൽ യേശു പറയണം, ഇവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എന്റെ ദർശനത്തിൽ തറ വീണ കക്ഷിയാണ്, ഇവന്റെ കണ്ണ് കാണാതെ 3 ദിവസം ഇരുന്ന കക്ഷിയാണ്. ഇതെല്ലാം പറഞ്ഞ് ദൈവവുമായിട്ടൊന്ന് പരിചയപ്പെടുത്തലുണ്ട്. പരിചയപ്പെടുത്തി കഴിയുമ്പോൾ നീതിയുള്ള ന്യായാധിപതി ന്യായം വിധിക്കും. അപ്പം പറയും നീതിയുടെ കിരീടം ഇത് പൗലോസിന് വെച്ചിരിക്കുന്നത്, അതാ പൗലോസിനുള്ളത്. അങ്ങനെ പൗലോസ് തന്നെ ചെല്ലണം. മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ജീവിക്കുമോ, ഇതേ ശരീരത്തിൽ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ പൗലോസ് ചെന്ന് കഴിഞ്ഞാൽ ഈ കിരീടം കിട്ടത്തുള്ളൂ. അപ്പോൾ യേശു പറയും
ഇത് എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച എന്റെ ജനത്തെ കൊല്ലാൻ നോക്കിയ അവനെ ഞാൻ ദർശനത്തിൽ കാണിച്ച് കൊണ്ടുപോയി അവനെ എന്റെ വഴിക്കാക്കി ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവനാക്കി തീർത്ത ശേഷം എന്റെ ജനത്തെ നേർവഴിക്ക് നടത്താനായിട്ടുള്ള ഒരു ദൗത്യം ഞാൻ അവിടെ ഏൽപ്പിച്ചിരുന്നു. അവൻ കറക്റ്റായിട്ട് ഇത് ചെയ്തു. കറക്റ്റായിട്ട് ഞാൻ ഏൽപ്പിച്ച ഒരു ദൗത്യം അവൻ ചെയ്തു. അത് ചെയ്തുകൊണ്ട് ഇവൻ നീതിമാനാണ്. നീതിയുടെ കിരീടം അവന് കൊടുക്കണമെങ്കിൽ ഈ യേശു അവിടെ സാക്ഷ്യം പറയണം. അപ്പൊ ഇവൻ നീതിമാനാണോ അല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷെങ്കിൽ ഒരു കാര്യം, നീതിമാനായ ദൈവം നീതിയോടെ ന്യായം വിധിച്ച പൗലോസിന് കിരീടം കൊടുക്കണമെന്നെങ്കിൽ പൗലോസ് ആയിരിക്കണം കറക്റ്റായിട്ട്. പൗലോസ് തന്നെ ചെന്ന് കഴിഞ്ഞാലേ ആ കിരീടം പ്രാപിക്കാനൊക്കെ. അത് മാത്രമല്ല പിന്നെ പറയുന്നത്, എനിക്ക് മാത്രമല്ല തൻ്റെ പ്രത്യക്ഷതയിൽ ഏവർക്കും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പ്രത്യാശയുടെ കിരീടം അല്ലേ, നീതിയുടെ കിരീടം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ പൗലോസ് എന്തുമാത്രം ബുദ്ധിമുട്ടിയാ നീതിയുടെ കിരീടം പ്രാപിച്ചത് അല്ലേ. ലാസ്റ്റ് മൊമെന്റിലാണ് പറയുന്നത് അല്ലേ, ഞാൻ നല്ല പോലെ പൊരുതുന്നല്ലേ. അത്രയും പൗലോസിന് നല്ല ഉറപ്പുണ്ട്. അത് പറയുന്നത് ആ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അപ്പൊ ഒരു ദിവസം ഉണ്ട് അല്ലേ, ആ ഒരു ദിവസം കറക്റ്റ് ആയിട്ടുണ്ട്. ആ ദിവസത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ കറക്റ്റായിട്ട് ചെല്ലണ്ടായി. ഞാൻ ചോദിക്കുന്നത് ഇവന് ഉറപ്പുണ്ടെങ്കിൽ അതുപോലെ കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് പറഞ്ഞ ദൗത്യം എല്ലാം ചെയ്തു. അതുകൊണ്ടാണ് ആ ദൗത്യം അന്നേരം അവൻ പറഞ്ഞ ആ ദൗത്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെങ്കിൽ അവന്റെ പ്രത്യക്ഷ പ്രിയം വെച്ച് ഏവർക്കും കൂടി ഇത് കിട്ടും. പക്ഷെങ്കിൽ അതിന്റെ പ്രത്യക്ഷ ഏവർക്കും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തികൾ കുറെ ചെയ്യണം. ഏതാ പറഞ്ഞു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ പൗലോസ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ പൗലോസിന്റെ ശൗലായ പൗലോസാക്കി മാറ്റിയ യേശുവിന് വേണ്ടി പൗലോസ് ചെയ്തതുപോലെ തന്നെ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ തന്നെ, നമ്മളത്രയൊന്നും ചെയ്യത്തില്ല, എന്നാലും അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നീതിയുടെ കിരീടം കിട്ടത്തുള്ളൂ. നീതിയുടെ കിരീടം കിട്ടണമെങ്കിൽ ഈ പൗലോസ് ചെല്ലണം. പൗലോസിനെ അവിടെ സാക്ഷ്യപ്പെടുത്തണം യേശു. ഞാൻ അന്ന് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഇവന്റെ മേൽ വെട്ടമടിച്ചാണ് ഇവന്റെ കണ്ണ് കാണാൻ 3 ദിവസം ഇരുന്നു, കഴിക്കാതെ കുടിക്കാതൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അന്യാസ് വന്നാണ് കണ്ണ് പ്രാർത്ഥിച്ച് തുറപ്പിച്ചത് എന്നെല്ലാം പറയുമ്പോൾ, അപ്പോൾ അവിടെ സാക്ഷീകരിക്കണ്ടേ, ദൈവത്തിന്റെ മുന്നിൽ, പിതാവിന്റെ മുന്നിൽ സാക്ഷീകരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇത്. എനിക്ക് വേണ്ടി കൂടുതൽ അധ്വാനിച്ച എൻ്റെ ശൗലായിരുന്ന പൗലോസാണ്. ഇവന് നീതിയുള്ള കിരീടം കൊടുക്കാൻ പോവുകയാണ്. അപ്പം ദൈവത്തോട് സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞാൽ ദൈവം ഈ പൗലോസിനെ നേരിട്ട് അറിയത്തില്ല. അറിയാനായിട്ടുള്ള മാർഗമാണ് ഇവിടെ കൊടുത്തത്. ദൈവത്തിന് പൗലോസിനെ നേരിട്ട് അറിയത്തില്ല. ദൈവത്തിന് എല്ലാവരെയും അറിയാം, അതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ അറിയാനായിട്ടാണ് പിതാവായ ദൈവം പുത്രനെ ഇങ്ങോട്ട് അയച്ചത്. അല്ല പിന്നെ നമ്മുടെ കൂടെ നമ്മളെപ്പോലെ ഒരുത്തനെ പോലല്ലേ യേശു വന്നത്. നമ്മളിലെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം ദൈവത്തെക്കാൾ അല്പം മാത്രമേ, അന്നേരം ദൈവത്തിന് കൂടെ നടക്കാം. ദൈവത്തിന് മനുഷ്യന്റെ കൂടെ നടക്കായിരുന്നു അല്ലേ, നടന്നുകൊണ്ടിരുന്നതല്ലേ. ആണല്ലോ, ദൈവിക തേജസ് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? പാപം ചെയ്തുകൊണ്ട്. അപ്പം പാപം ചെയ്യാത്തവനായി യേശു പാപങ്ങളുടെ കൂടെ വരണം, എന്നാലല്ലേ പാപം ചെയ്തവനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. അപ്പം ദൈവത്തിന് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരാനൊക്കത്തില്ല. ദൈവം ദൈവിക തേജസ് മാത്രമേ ഉള്ളൂ. ആ ദൈവിക തേജസ് ഉണ്ടായിരുന്നപ്പോഴാണ് മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും പുറത്തായപ്പം ദൈവം കറക്റ്റായിട്ട് സംസാരിക്കുന്നേ ഉള്ളൂ, കൂടെ നടക്കാൻ ഒക്കുന്നില്ല അല്ലേ. അപ്പം കൂടെ നടക്കാനായിട്ട് ഒരാളെ ആരെ അയച്ചത്? യേശുവിനെ ഇങ്ങോട്ട് അയച്ചു. യേശു എന്നിട്ട് നമ്മുടെ കൂടെ വന്നു അല്ലേ. യേശു നമ്മുടെ കൂടെ വന്നപ്പോൾ ഈ പൗലോസിനെ ആർക്ക് തിരിച്ചറിയാം? യേശുവിനറിയാം. അതുകൊണ്ടല്ലേ പറഞ്ഞത്, നീ ഉപദ്രവിക്കുന്ന യേശു ആവുന്നു ഞാൻ അല്ലേ. അല്ല പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പിന്നെ പറഞ്ഞാൽ മതിയായിരുന്നു, ദൈവമാണ് ഞാൻ, നീ ഉപദ്രവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ ദൈവത്തെ അല്ലല്ലോ പറഞ്ഞത് അല്ലേ. പഴയ നിയമത്തിലെ ദൈവത്തെ അല്ലല്ലോ പറഞ്ഞത്, ന്യായപ്രമാണത്തിലുള്ള ദൈവത്തെ അല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ന്യായപ്രമാണത്തിലുള്ള ദൈവത്തെ അല്ല പറഞ്ഞത്, പുതിയ നിയമത്തിലുള്ള യേശുവിനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ന്യായപ്രമാണത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ട്. പൗലോസിന് നല്ലപോലെ ന്യായപ്രമാണം അറിയാമായിരുന്നു. ന്യായപ്രമാണം നല്ലപോലെ പഠിച്ചവൻ. അപ്പം നല്ലപോലെ അറിയാവുന്ന പൗലോസ് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനല്ലാതെ ഒരു അന്യ ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞ ദൈവം കൽപ്പിച്ച കൽപ്പന ഇവിടെ തെറ്റിച്ചിരിക്കുന്നു. യേശു എന്ന വേറൊരു ദൈവം വന്നിരിക്കുന്നു, അവനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവനെ സ്തുതി പാടുന്നു, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അവന്റെ നാമത്തിൽ പലരും അത്ഭുതങ്ങൾ ചെയ്യുന്നു അല്ലേ. അപ്പൊ അത്ഭുതം ചെയ്യുമ്പോൾ ഇവനൊരു ദൈവമല്ലേ. അപ്പൊ ഇവനെ ആരാധിക്കുന്നവരെ കൊല്ലണം. അത് അന്യദൈവമാണ്. അന്യദൈവത്തെ കൊല്ലണം എന്നുള്ള ഒറ്റ വ്യവസ്ഥ വെച്ചാണ് ഞാൻ ദമസ്കോസിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ യേശുവിനെ സ്നേഹിക്കുന്നവരെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ യേശുവിന്റെ പ്രവർത്തി ചെയ്യുന്നവരെ കൊല്ലാൻ വേണ്ടി വന്നത്. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒറ്റ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ദമസ്കോസിന്റെ പടിവാതിക്കൽ എന്തിനാണ് ശൗലിനെ യേശു സന്ദർശിച്ചത് അല്ലേ, തൊട്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഒന്നാം മനസ്സിലാക്കാം, നീതിയുള്ള കിരീടം പ്രാപിക്കാനായിട്ട് എന്താ 2 തീമോഥെയോസ് അല്ലേ 4:7-8 വാക്യം, ഞാൻ നല്ല പോർ പൊരുതു അല്ലേ, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പം വെച്ചിട്ടുണ്ടല്ലേ, വെച്ചിട്ടുണ്ടെ പ്രാപിച്ചില്ല അല്ലേ, വെച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ട് അല്ലേ, ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പ്രാപിക്കാനാണ്. അപ്പൊ ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അല്ലേ. എനിക്ക് വിശ്വാസമുണ്ട്, നീതിയുടെ കിരീടം എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയെല്ലാം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്നുള്ളത് യേശുവിനറിയാം. അതുകൊണ്ടാണ് യേശു ആണെന്ന് തന്നെ അവിടെ വെളിപ്പെടുത്തിയത് അല്ലേ. യേശു അതുകൊണ്ടല്ലേ പറഞ്ഞ നീ ഉപദ്രവിക്കുന്ന യേശു ആണെന്ന് പറഞ്ഞു അല്ലേ. യേശു അതിന് വെളിപ്പെടുത്തി കൊടുത്തവൻ ഏതാ, നീ ഉപദ്രവിക്കുന്ന യേശു. എന്നാൽ പിന്നെ പറഞ്ഞാൽ മതി ദൈവമാണെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്നുവെച്ചാൽ യേശുവിനെ മനുഷ്യന്റെ ഇടയിൽ അയച്ചതിന്റെ മെയിൻ കാരണം മനുഷ്യനെ മനസ്സിലാക്കി മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക, അഥവാ പഴയ തേജസ്സിലേക്ക്, ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യന്റെ തേജസ്സിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതേ ശരീരത്തിൽ തന്നെ, നമ്മളെപ്പോൾ ജീവിക്കുന്ന ശരീരത്തിൽ തന്നെയാണ് യുഗായുഗമായി വസിക്കുന്നതും നീതിയുള്ള കിരീടം പ്രാപിച്ച് ഈ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ നീതിയുള്ള കിരീടം പൗലോസിന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് പ്രാപിക്കേണ്ടത് പൗലോസ് ചെയ്യണം. അതുപോലാണ് ഓരോരുത്തരും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാം. ഇതേ ശരീരത്തിൽ തന്നെ, ശരീരത്തിൽ ചെന്നാലല്ലേ അവന് പ്രാപിക്കാനൊക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ, പഴയ നിയമത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാലേ പ്രാപിക്കാനൊക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെ പ്രാപിക്കാം? നമ്മൾ ഇന്നലെ പറഞ്ഞു, ഓട്ടം തികച്ച് നല്ലപോലെ ഓടിയവന് കിരീടം കിട്ടുമെന്നുണ്ടെങ്കിൽ, അവന് സ്വർണ്ണ മെഡൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ ചെല്ലണം അല്ലേ, വേറെ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ അവൻ തന്നെ കറക്റ്റായിട്ട് ചെന്നേ മതിയാവും. നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ നമുക്ക് നോക്കുന്ന കാര്യം, മരിച്ചു കഴിഞ്ഞാൽ ഇതേ ശരീരത്തിൽ വീണ്ടും ജീവിക്കും. വീണ്ടും ജീവിക്കാൻ മാത്രമല്ല, പിന്നെ കിരീടങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കിരീടങ്ങൾ പ്രാപിക്കുമ്പോൾ നീതിയുള്ള കിരീടം പ്രാപിച്ചാണതേ ആര് പോകുന്നു? പൗലോസ് പോകുന്നു അല്ലേ. അപ്പം പൗലോസ് ആണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ നീതിയുടെ കിരീടം അവന്റെ മേലുണ്ട് അല്ലേ. അപ്പം തീർച്ചയായിട്ടും 100% നമുക്ക് പറയാനൊക്കും, മരിച്ചു കഴിഞ്ഞാൽ ഇതേ ശരീരത്തിൽ ജീവിക്കും. ആണതേ പൗലോസ് പോകുന്നു നീതിയുള്ള കിരീടം വെച്ചോണ്ട് അല്ലേ. നമുക്കും ഇതുപോലെ ഓരോ കിരീടങ്ങൾ വെച്ചോണ്ട് പോകണ്ടേ അല്ലേ. എന്നാലേ പറയത്തുള്ളൂ, കാണതേ ഇതിന് പോകുന്നു, നീതിയുള്ള കിരീടം വെച്ചോണ്ട് പോകുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലേ ഈ പ്രവൃത്തികൾ ചെയ്യണം. ഓട്ടം തികയ്ക്കണം, നല്ല പോർ പൊരുതണം അല്ലേ, നല്ല പോർ പൊരുതണം. അപ്പസ്തോല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ ഈ പൗലോസിന്റെ ചരിത്രങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. പിന്നെ ലേഖനങ്ങൾ എഴുതുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പം നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വാങ്ങിക്കാനും തയ്യാറാകും അല്ലേ. അവൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പം വാങ്ങിക്കണം, നീതിയുടെ കിരീടം അവൻ പ്രാപിക്കണമെന്ന് അവൻ തന്നെ ചെയ്യണം. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം, വീണ്ടും ഇതേ ശരീരത്തിൽ തന്നെ ചെന്നേ പൗലോസിന് നീതിയുടെ കിരീടം പ്രാപിക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ സ്ഥാപിക്കാം, ഇതേ ശരീരത്തിൽ തന്നെയാണ് വീണ്ടും യുഗായുഗമായി വസിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ദൈവവചനമായി ഈ വിഷയത്തിന് മുന്നിൽ ആയിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.